ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും എന്താണോ അത് എന്തിന്റെ റിസൾട്ടാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഡോക്ടർ ആവാനുള്ള കാരണം എന്താ? അദ്ദേഹം എന്താണോ ആളുടെ പാസ്റ്റ് ലൈഫിൽ പഠിച്ചത്, പ്രാക്ടീസ് ചെയ്തത്, എക്സ്പീരിയൻസ് ചെയ്തത്, അതിന്റെ റിസൾട്ടാണ് ഇന്ന് ഒരാൾ അതായിരിക്കുന്നത്. അത് ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും എന്താണെങ്കിലും. സാറിന്റെ പേര് എന്തായിരുന്നു? ബിനു ജോർജ്. സ്ഥലം എവിടെയാണ്? വയനാട്ടിലാണ്. എന്താ ചെയ്യുന്നത്? ഷിപ്പ് യാർഡിൽ ഫോർമാനാണ്. ഓക്കെ. ഒരു സാലറീഡ് പേഴ്സൺ ആണ്, ഓണ്ടർപ്രണർ അല്ല, അല്ലേ? അപ്പോ ഇദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ അറിയാം. എനിക്ക് തോന്നുന്നത് മേ ബി ഒരു മാസം ഒരു 1 ലക്ഷത്തിന് 2 ലക്ഷത്തിന് ഇടയിൽ ഏൺ ചെയ്യുന്ന ഒരാളായിരിക്കും. അത് അതിൽ കൂടുതലാണോ കുറവാണോ എനിക്ക് അറിയില്ല. സപ്പോസ് മേ ബി 2 lakhs റൗണ്ട് ആക്കാം. 1 lakh. യെസ്, ഓക്കെ. അവർ 1 lakhിനുള്ളിൽ ഏൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഏത് ടൈപ്പ് കാറ്റഗറി ആൾക്കാരുണ്ടാവും? ഒരു മാസം 10,000 രൂപ ഏൺ ചെയ്യുന്നവരുണ്ടാവും, 50,000 ഏൺ ചെയ്യുന്നവരുണ്ടാവാം, മീൻസ് ഇൻ ബിറ്റ്വീൻ 1 lakh ഏൺ ചെയ്യുന്നവരുണ്ടാവാം, 2 lakhs ഏൺ ചെയ്യുന്നവരുണ്ടാവും, അതിന് മുകളിൽ ഏൺ ചെയ്യുന്നവരുണ്ടാവും. ഇതൊക്കെ ഈ കൂട്ടത്തിലുണ്ട്, എനിക്കറിയാം. ഇവൻ കോടീശ്വരന്മാരുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പൊ ഏതൊരു വ്യക്തിക്കും ഒരു ധനികനാവണം, സമ്പന്നനാവണം, റിച്ച് ആവണം, ലക്ഷറി ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവണം, വലിയ വീടുണ്ടാക്കണം, 5,000 സ്ക്വയർ ഫീറ്റും 10,000 സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടാക്കണം, നല്ല പ്രീമിയം കാറ് വേണം, വേൾഡ് മുഴുവൻ കറങ്ങി കാണണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതാണല്ലോ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യർക്ക് സ്വപ്നങ്ങളുണ്ട്, മൃഗങ്ങൾക്കുള്ള സ്വപ്നം എന്താ? രാവിലെ എഴുന്നേൽക്കുക, വയറ് നിറയ്ക്കുക, ഇര പിടിക്കുക, സന്താനോത്പാദനം നടത്തുക, ഉറങ്ങുക, മരിക്കുക. ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പക്ഷിമൃഗാദികൾക്ക്. പക്ഷെ മനുഷ്യനാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാനും വലിയ വലിയ ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്നതും അതെല്ലാം സാക്ഷാത്കരിച്ച് ജീവിക്കുന്നതും മനുഷ്യനാണ്. അതാണ് മനുഷ്യന്റെ ഒരു വ്യത്യാസം. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്കുള്ള ആ ഒരു ചെറിയ വരുമാനം, അല്ലെങ്കിൽ അതിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്ന് ഏൺ ചെയ്തിട്ടുള്ള ആ പൈസ കൊണ്ട്, ആ എമൗണ്ട് കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ബാക്കിയുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു കോടീശ്വരനാവണം, നമ്മുടെ നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പണക്കാരനാവണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവും? ഏതൊരാളുടെ നാട്ടിൽ നോക്കിയാലും അവിടെ ഒരു കോടീശ്വരൻ, ഒരു പണക്കാരൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പണക്കാരുണ്ടാവും. അത് ഞാനാവണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പോട്ടെ, എന്തുകൊണ്ടത് ആയില്ല എന്നുള്ളൊരു ഉത്തരം ഉണ്ടോ? നമുക്ക് എവിടെ നാട്?